നിന്നിരുന്ന കാലമാണത്. ഏതായാലും ഹോളി ട്രിനിറ്റി ദേവാലയത്തിനകത്തേക്കൊന്ന് കയറാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഉള്ളിൽ വെളിച്ചമുണ്ട്. അവിടം ചൂടാക്കി നിർത്തിയിരിക്കുകയാവും. വാതിൽ തുറന്ന് അകത്ത് കയറി. റൊമേനിയയിൽ ഇതുവരെ ഞാൻ കണ്ട ഓർത്തഡോക്സ് പള്ളികളിൽ വെച്ച് ഏറ്റവും വലിപ്പവും ആഢ്യത്വവും ഇതിനാണെന്ന് പറയാം. ഒത്ത മധ്യത്തിൽ ഒരു താഴികക്കുടം. അതിൽ യേശുക്രിസ്തുവിൻ്റെയും ശിഷ്യരുടെയും മാലാഖമാരുടെയും ചിത്രങ്ങൾ. എ ഡെമിയാൻ എന്ന ചിത്രകാരനാണ് ഈ ചിത്രങ്ങളത്രയും വരച്ചിരിക്കുന്നത്. ദിമിത്രി പെട്രസ്ക്യൂ ഗോപ്പസ് എന്ന വാസ്തുശില്പിയാണ് നിയോ ബൈസന്റൈൻ ശൈലികൾ കൂടി കൂട്ടിയിണക്കി ഈ ദേവാലയം രൂപകൽപ്പന ചെയ്തത്. അൽത്താരയിലെ ഐക്കണോസ്റ്റാസിസ് വർക്കുകൾ റുപ്പിയ ഗ്രാമത്തിൽ നിന്നുള്ള ഷിയോപോൾ, ബേബിക് എന്നിവരുടെ വകയാണ്. അവരുടെ ഗ്രാമമായ റുപ്പിയ ബ്രാസോവിൽ നിന്നും സിഗിഷോറയിലേക്കുള്ള യാത്രയ്ക്കിടെ ഞാൻ ട്രെയിനിലിരുന്ന് കണ്ടിരുന്നു. റൊമേനിയയിൽ കമ്മ്യൂണിസം അവസാനിക്കുന്ന കാലമായപ്പോഴേക്കും പള്ളികളെല്ലാം വീണ്ടും ശക്തി പ്രാപിച്ചതായാണല്ലോ ചരിത്രം. വീണ്ടും കൽമുറ്റത്തെ കൊടും തണുപ്പിലേക്കിറങ്ങി. ഇവിടെ നിൽക്കുമ്പോൾ നേരെ മുന്നിൽ മലമുകളിൽ കോട്ടനഗരം കാണാം. അതാണ്